بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പാഠം 6 എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇസ്തഖ്റജ് മിമ്മാ യഅതി, താഴെ ഉള്ളതിൽ നിന്നെടുക്കുക. അസ്മാഉ സമാൻ വൽ മക്കാൻ, ഇസ്മു സമാനും ഇസ്മു മക്കാനും. വസ്കുർ വസ്ന് കുല്ലു വാഹിദി മിൻഹ, എന്നിട്ട് ഇസ്മു സമാനോ മക്കാനോ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, താഴെ കൊടുത്ത വാക്യത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോന്നിൻ്റെയും വസ്ന് പറയണം. വസ്ന് നമുക്ക് ഏതാ വസ്ന്? മഫ്അലൻ ആണോ മഫ് ഈലിൻ ആണോ, ഏത് വസ്നാന്ന് പറയണം. വൽ ഫീലും പറയണം. അല്ലദി യുസ്തഖു മിൻഹു, അതിൽ നിന്നെടുത്ത ഫീലും പറയണം. ബാറക്കല്ലാഹു ഫീക്കും. ആദ്യത്തത് യുക്കാലു, പറയപ്പെടുന്നു. ഹുവ മിന്നി, അദ്ദേഹം എന്നെ. ബിമർഅൻ, കാണുന്ന സ്ഥലവും. വ മസ്മ, കേൾക്കുന്ന സ്ഥലവും. അപ്പം അദ്ദേഹം എന്നെ കാണുന്ന സ്ഥലവും കേൾക്കുന്ന സ്ഥലവും. അതിനർത്ഥം ഉദ്ദേശിക്കുന്നത് ബിഹൈസു, എവിടെയാണ്. അറാഹു, ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. വ അസ്മഉ കലാമഹു, അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കുന്നതും. അപ്പോൾ ഇവിടെ ഇസ്മു മക്കാനുണ്ട്. ഏതാത്? മർഅൻ, കാണുന്ന സ്ഥലം. മർ എന്ന് പറയുമ്പോൾ ഏത് വസ്ന? വസ്നും പറയണല്ലോ, മഫ്അലുൻ. മർഅൻ മഫ്അലുൻ വസ്ൻ. പിന്നെ എന്താ ചോദിച്ചത്? ഫീല് പറയാം. ഏതാ ഫീല്? റഅ, അവൻ കണ്ടു. അപ്പം റഅ, അവൻ കണ്ടു. ഫീൽ നിന്നാണ് മർഅൻ, കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പം റഅന കാണപ്പെടുന്ന സ്ഥലമാക്കണമെങ്കിൽ മഫ്അലൻ വസനിലാക്കണം. അപ്പം റഅന മഫ്അലൻ വസനിലാക്കി എന്ത് സംഭവിക്കും? മർഅൻ എന്നാവും. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെന്താണ് ആ വാക്യത്തിലുള്ളത്? ഇസ്മു മക്കാൻ മസ്മഉൻ, കേൾക്കുന്ന സ്ഥലം. അപ്പം മസ്മഉനും ഏതാ വസ്ന്? മഫ്അലുൻ. മസ്മഉൻ മഫ്അലുൻ. ഏതാ ഫീല്? സമിയ, അവൻ കേട്ടു. അപ്പോൾ സെമിയ എന്നാണ് നമുക്ക് എന്താണ് ഇസ്മു മക്കാൻ എന്താ? മസ്മഉൻ. അപ്പം അതിനെ മഫ്അലുൻ വസ്നില്ല, സെമിയനെ മഫ്അലുൻ ആക്കിയാൽ മസ്മഉൻ ആവും. അപ്പോൾ എന്ത് കിട്ടും? ഇസ്മു മക്കാൻ കിട്ടും. അടുത്തത് കാലത്ത് ആല, അള്ളാഹുവിൻ്റെ. അപ്പം അടുത്തത് ആയത്താ പറയുന്നത്. ഇന്ന മൗഇദക്കും, ഇന്ന തീർച്ചയായും. മൗഇദ നിശ്ചിത സമയം. കും നിങ്ങളുടെ, അപ്പം നിങ്ങളുടെ നിശ്ചിത സമയം തീർച്ചയായും. അസ്സബ്ഹു പ്രഭാത സമയത്താണ്. അലൈസ സബ്ഹു ബികരീബിൻ, പ്രഭാത സമയം അടുത്ത് തന്നെ ആണ്, അടുത്തായില്ലേ. അപ്പോൾ ഇവിടെ ഏതാ? മൗഇദുൻ ഇസ്മു സമാനാണ്, സമയത്തെ സൂചിപ്പിക്കുന്ന ഇസ്മ. മൗഇദുൻ, മൗഇദിന് എന്താ അർത്ഥം? നിശ്ചിത സമയം. അപ്പോൾ മൗഇദുൻ, അപ്പോൾ അത് ഇസ്മു മക്കാനും ആകാം, നിശ്ചിത സ്ഥലം. മനസ്സിലായോ? രണ്ടും ആകാം. അപ്പോൾ ഏതാ വസ്ന്? മഫ്ഇലുൻ. മൗഇദുൻ. അപ്പോൾ ഏതാ വസ്ന്? മഫ്ഇലുൻ. അപ്പോൾ ഏതാ ഫീല്? വഅദ. അപ്പോൾ വഅദന ഇസ്മു മക്കാനും സമാനും ആക്കാൻ എന്ത് ചെയ്യണം? മഫ്ഇലുൻ വസ്നിലാക്കണം. അപ്പോൾ വായത് എന്ത് ആവും? മൗഇദുൻ. അടുത്തതും ആയത്താണ്. വക്കാല, നേരത്തെ പറഞ്ഞ ആയത്ത് ഹൂദിലെ 81. ഇനി അടുത്തത് ലഖദ് കാന ലിസബഇൻ, സബയിൻ ഗോത്രക്കാരായിരുന്നു. ഈ മസ്കരിഹിം, അവരുടെ താമസ സ്ഥലം. ആയത്തുൻ, ഒരു ദൃഷ്ടാന്തം. ജന്നത്താനി, രണ്ട് തോട്ടങ്ങൾ. അൻ യമീനി, അതിൻ്റെ ഇടതുവശത്തും. വഷിമാലി, വലതുവശത്തും. ഇത് സൂറത്തു സബയിലെ 15-ാമത്തെ വചനാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഇസ്മു സമാൻ, ഇസ്മു മക്കാൻ ഉണ്ടോ? ഇസ്മു മക്കാനുണ്ട്. മസ്കനുൻ, താമസ സ്ഥലം. മസ്കനുൻ.
താമസ സ്ഥലത്തിനാണ് മസ്കൻ എന്ന് പറയാം. അപ്പോൾ വസ്നേതാ? മസ്കനുൻ മഫ്അലുൻ. ഫീലേതാ? സക്കന, അവൻ താമസിച്ചു. അപ്പോൾ സക്കനന ഇസ്മു മക്കാനാക്കാൻ എന്താ ചെയ്യുക? മഫ്അലുൻ വസ്നിലാക്കണം. അപ്പോൾ മഫ്അലുൻ എന്ന് പറയുമ്പോൾ സക്കൻ എന്താവും? മസ്കനുൻ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്തതും നോക്കാം. ആയത്ത് ഖദ് അലിമ, അറിഞ്ഞു, തീർച്ചയായും അറിഞ്ഞു, കുല്ലു ഉനാസിൻ, എല്ലാ ജനങ്ങളും, മഷ്റബഹും, അവരുടെ കുടിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഏതാ? ഇസ്മു മക്കാനാണ്. മഷ്റബുൻ, കുടിക്കുന്ന സ്ഥലം. ഇത് അൽ ബഖറയിലെ 60-ാമത്തെ ആയത്താണ്. അപ്പോൾ മഷ്റബുനാണ് ഇസ്മു മക്കാൻ, കുടിക്കുന്ന സ്ഥലം. മഷ്റബുൻ എന്ന് പറയുമ്പോൾ വസ്നേതാ? മഫ്അലുൻ. ഏതാ ഫീല്? ഷെരിബ, അവൻ കുടിച്ചു. അപ്പോൾ ഷെരിബന ഇസ്മു മക്കാനാക്കണമെങ്കിൽ മഷ്റബുൻ, അപ്പോൾ മഫ്അലുൻ വസ്നാവും. അതേപോലെ ഇതിനെ ഇസ്മു സമാനാക്കാം, കുടിക്കുന്ന സമയം. അപ്പം വസ്ന എന്തായിരിക്കും? മഷ്രിബുൻ, കസറ വരാം, മഷ്രിബുൻ. അല്ല, ഇസ്മു ഇസ്മു മക്കാനാകുമ്പോഴാണ് മഫ്അലുൻ വസ്ൻ വരാം. ഇസ്മു സമാനാണെങ്കിൽ മഫ്ഇലുൻ വസ്ന വരാം. അപ്പോൾ മഷ്രിബു എന്ന് പറഞ്ഞാൽ എന്താവും? കുടിക്കുന്ന സമയം. ബാറക്കല്ലാഹു ഫീക്കും. അടുത്തതുമായത്താണ് അലൈസ ഫി ജഹന്നവ മസ്വൻ ലിൽ കാഫിരീൻ. കാഫിരീങ്ങൾക്ക് നരകം, ജഹന്നം, അവരുടെ താമസ സ്ഥലമല്ലേ? അപ്പോൾ താമസ സ്ഥലം മസ്വൻ എന്താ? ഇസ്മു മക്കാൻ മസ്വൻ. അപ്പം എന്താ വസ്ൻ? മഫ്അലുൻ. ഏതാ ഫീല്? സവാ, സവാ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ സവാ മഫ്അലുൻ വസ്നിലാക്കുമ്പോൾ മസ്വൻ, താമസ സ്ഥലം. ഇത് സൂറത്ത് അൻകബൂത്തിലെ 68-ാമത്തെ വചനാണ്. അടുത്തതുമായത്താണ് മാലക്കും, നിങ്ങൾക്ക് ഇല്ലേ, മിൻ മൽജൈൻ, ഒരു അഭയസ്ഥലം, യൗമഇസിൻ, ഇന്നേ ദിവസം. യൗമഇസിൻ എന്ന് പറഞ്ഞാൽ ഈ ദിവസം, ഇന്നേ ദിവസം. അപ്പോൾ അഭയസ്ഥലം ഏതാത്? മൽജൈൻ. അപ്പം അത് ഇസ്മു മഖാൻ. മൽജഇൻ ഇസ്മു മഖാൻ. അപ്പം മഫ്അലുൻ. മൽജഉൻ മഫ്അലുൻ വസ്ൻ. അപ്പോൾ അതേതാ ഫീല്? ലജഅ, ലജഅ. അപ്പോൾ ലജഅന ഇസ്മു മക്കാനാക്കാൻ എന്ത് ചെയ്യണം? മഫ്അലുൻ വസ്നാക്കണം. അപ്പം മൽജഉൻ. അവസാനത്തത് ഹദീസാണ്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ, ആര് നിന്നോ, മിൻ മജ്ലിസിഹി, അതായത് ആര് എഴുന്നേറ്റു, ഇവിടെ ആര് എഴുന്നേറ്റു, മിൻ മജ്ലിസിഹി, അവൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്. ഒരു അക്ഷരത്തെറ്റുണ്ട്, മന്നല്ല മിന്നാണ്. മിൻ മജ്ലിസി ഹി, അവൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആര് എണീറ്റുവോ, സുമ്മ റജ, ശേഷം അവൻ മടങ്ങി, ഇലേഹി, ആ സ്ഥലത്തേക്ക് തന്നെ. ഇലേഹി എന്ന് പറഞ്ഞാൽ അതിലേക്ക് തന്നെ, ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി, ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങി. അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരാൾ എണീറ്റ് പോയി തിരിച്ച സ്ഥലത്തേക്ക് തന്നെ വന്നാൽ ഫഹുവ അഹക്കുൻ, അവനാണ് അതിന് ഏറ്റവും അവകാശമുള്ളവൻ. അപ്പം അത് അവൻ്റെ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ്, അവിടെ വേറെ ആരും ഇരിക്കരുത്. ഇത് മുസ്ലിമിൽ വന്ന ഹദീസാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇവിടെ എന്താ? ഇസ്മു മക്കാനുണ്ട്, മജ്ലിസുൻ, ഇരിക്കുന്ന സ്ഥലം. അതിൻ്റെ വസ്ൻ എന്താ? മഫ്ഈലുൻ. അപ്പോൾ അതിൻ്റെ ഫീൽ എന്താ? ജലസ, ജലസ. അപ്പോൾ ഇസ്മു മക്കാനും മഫ്ഈലുൻ വസ്നിലും വരാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.